അപ്പോൾ അതിനകത്ത് ദുർഗനെ കിട്ടാനായിരുന്നു നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ ചോദിക്കാൻ ഒരു ക്യാരക്ടർ ഈ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിലുള്ള പ്രകാരം ചെറിയ കുട്ടിയാണല്ലോ ഈ പറയുന്നത്. സ്ക്രീൻ ഏജ് 7-8 മാക്സിമം 9 വയസ്സെന്നുള്ളത്. അപ്പോൾ സ്ക്രിപ്റ്റിൽ ഫൈറ്റ് ചെയ്യുന്ന സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനി ഷൂട്ട് ചെയ്യലാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഫൈറ്റ് അറിയുന്നൊരു കുട്ടിയെ കണ്ടുപിടിക്കുക, അത് നമ്മൾ കുറേ അന്വേഷിച്ചു. കാസ്റ്റിംഗ് കോൾ ടു അല്ലാതെയും പുറത്തൊക്കെ അന്വേഷിച്ചു. ചെന്നൈ കുറേ പിള്ളേർ കേരളത്തിന് പുറത്തുനിന്നും ഓഡീഷനൊക്കെ വന്നായിരുന്നു. ഇതിലെ പ്രശ്നം നമ്മൾ നേരിട്ട് പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിക്കുന്ന കുട്ടികൾ ഫൈറ്റ് ചെയ്യില്ല, ഫൈറ്റ് ചെയ്യുന്ന കുട്ടികൾ അഭിനയിക്കില്ല. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടണം. അങ്ങനെ അന്വേഷിച്ച് ഒരുപാട് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഒരുപാട് ഓഡീഷൻ നടത്തി നമുക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ഈ ഫൈറ്റ് പാളിക്കഴിഞ്ഞാൽ ഇത് മൊത്തം മടപടല പൊളിയും. അപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആഷ്ലി, നമ്മുടെ ടീമിൽ തന്നെ ഉള്ളതാണ്, നമ്മുടെ സർക്കിളിൽ തന്നെ ഉള്ളതാണ്. ഡൊമിനിക്കിൻ്റെ എൻ്റെയൊക്കെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം ആഷ്ലിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനോദ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ കളരി ആശാനൊക്കെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മകളുണ്ട് 3 വയസ്സ് മുതൽ കളരി പഠിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ദുർഗയെ വിളിച്ച് ഓഡിഷൻ നടത്തി. ആ പ്രോസസ്സും അടിപൊളിയായിരുന്നു. ദുർഗ വരുന്നു, നമ്മളത് അഭിനയിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ ആദ്യം നോക്കിയത്. ദുർഗയോട് കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ദുർഗ അത് പുഷ്പം പോലെ പരിപാടി ചെയ്തു. ഇത് ഒഴിഞ്ഞു കിട്ടി. ഇനി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ പരിപാടികളാണ് നോക്കേണ്ടത്. അത് കൊടുത്തപ്പോഴും ദുർഗ അത് ഭയങ്കര ഈസി ആയിട്ട്, ഭയങ്കര ഫ്ലെക്സിബിളാണ് ദുർഗ. റബ്ബർ ബാൻഡ് പോലെ എങ്ങനെ എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണേലും ചെയ്തോളും. ഭയങ്കര എനർജി ഉള്ള ആളാണ്. അതൊന്നും ഒതുങ്ങി കിട്ടിയപ്പോഴേക്കും പകുതി ആശ്വാസം കിട്ടി. പിന്നെയുള്ള രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു നാച്ചിയപ്പയുടെ ക്യാരക്ടർ. അതും നമുക്ക് ഷൂട്ടൊക്കെ തുടങ്ങാറായപ്പോഴും ഇതിങ്ങനെ ഒരു തൃപ്തിയുള്ളൊരാളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ നിങ്ങളത് ആദ്യം ആലോചിച്ചപ്പോൾ തന്നെ ഒരു വേറെ ലാംഗ്വേജ് എന്നുള്ള ആക്ടേഴ്സിന് തന്നെയാണ് നിങ്ങൾ അത് വേറൊരാളോട് കഥ പറഞ്ഞായിരുന്നു. ഒരു കന്നഡ ആക്ടറോട് നമ്മൾ ഈ സംഭവം പറഞ്ഞായിരുന്നു. പിന്നീട് പുള്ളിക്കും ഡേറ്റ് ഇഷ്യൂസ് വന്നപ്പോഴാണ് ഇനി എന്ത് ചെയ്യാം എന്നാലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇതിലെനിക്ക് വില്ലൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കര വില്ലത്തരം കാണിക്കുന്ന, അല്ലെങ്കിൽ ആജാനബാഹു, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ ടെറർ എന്ന് തോന്നിക്കുന്ന ഒരാൾ വേണ്ട എന്ന് തോന്നിയായിരുന്നു. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കിയത്. പിന്നെ പുള്ളിക്ക് ഫൈറ്റും ഉണ്ട് നല്ല രീതിയിൽ. അങ്ങനെ ഡൊമിനിക്ക് അത് വേഗം കണ്ടുപിടിക്കാതെ പ്രത്യേകം ഒപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് നമ്മൾ തല പൊഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ അരിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുക, മൊത്തം അരിച്ച് യൂട്യൂബിൽ എന്തോ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ സാൻഡി മാസ്റ്റർ ഇതേപോലെ തല കുത്തി മറിഞ്ഞൊക്കെ പോകുന്നൊരു റീല് കയറി വന്നു. ഞാൻ ഒന്നും കൂടി എടുത്തു നോക്കി. പിന്നെ പുള്ളി ചെയ്ത മൊത്തത്തിലുള്ള വർക്ക് എല്ലാം കൂടി അരിച്ചു പറിക്കുന്നു. ഇതൊക്കെ ലിയോ ഇറങ്ങിയ ശേഷം ആയിരിക്കുമല്ലോ? ലിയോ ഇറങ്ങിയായിരുന്നു. ഇനി ഫൈറ്റും പരിപാടികളും കൂടെ പുള്ളി ഓൾറെഡി കൊറിയോഗ്രാഫറാണ്, എല്ലാവർക്കും അറിയുന്ന ആളുമാണ്. പെട്ടെന്ന് പക്ഷെ പുള്ളിയിലോട്ട് പോയില്ല നിങ്ങൾക്ക് ഇങ്ങനെ? ഇല്ലില്ല, ഞാൻ ഈ ഫൈറ്റ് ചെയ്യണതിൻ്റെ ഇത് നോക്കിയപ്പോഴാണ് പുള്ളിയും ദുർഗയെ പോലെയൊക്കെ തന്നെ എല്ലാം ചെയ്യും. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് സാൻഡി മാസ്റ്റർ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ച് ഡൊമിനിക്കിന് ഈ റീല് അയച്ചു കൊടുത്തത്. ഡൊമിനിക്ക് ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ വിളിച്ചു, കഥ പറഞ്ഞു. പുള്ളിയും കേട്ട ഉടനെ കൊള്ളാം, പരിപാടി കൊള്ളാം, പുള്ളി സെറ്റായി.